ക്രൈംസ് എഗൻസ്റ്റ് വിമൻ അനവധിയുണ്ട്. അത് എന്നെന്നും പറഞ്ഞ പോലെ എന്നും മീഡിയയിൽ റിപ്പോർട്ട് ചെയ്യാത്ത ഒരു ദിവസം പോലുമില്ല. അങ്ങനെയാണ് ക്രൈംസ് കൂടിയിട്ടുണ്ട്, വളരെ അധികമായിട്ടുണ്ട്. വളരെ അധികമായത് ഒരു പക്ഷേ അധികമാവാനുള്ള സാഹചര്യം കൂടുതലുള്ളതുകൊണ്ട് ഇവർ വെളിയിലിറങ്ങിക്കഴിഞ്ഞു, ഇവരെ സമീപിക്കാനുള്ള സൗകര്യവും വളരെ കൂടിക്കഴിഞ്ഞു. പലതിലും അവർ തന്നെ തെറ്റുകാരായിട്ട് വരുന്നുണ്ട്. ചിലപ്പോൾ അവരെ കബളിപ്പിക്കുന്നതായിരിക്കാം, പീഡിപ്പിക്കുന്നതായിരിക്കാം, പേടിപ്പിക്കുന്നതായിരിക്കാം, അല്ല സ്വാതന്ത്ര്യത്തിൻ്റെ പ്രഖ്യാപനമായിട്ട് എനിക്കെല്ലാം അറിയാമെന്നതിന് മുമ്പോട്ട് പോകുന്നവരായിരിക്കാം. പക്ഷേ ഈ കുറ്റകൃത്യങ്ങൾ 8 മാസം പ്രായമായ കുഞ്ഞ് തൊട്ട് 100 വയസ്സ് പ്രായമായ സ്ത്രീ വരെയാണ് റേഞ്ച്, അറ്റാക്ക് റേഞ്ച്, ടാർഗറ്റ് റേഞ്ചസ്. അത് അപ്പോൾ എങ്ങനെ നമ്മളെ മനുഷ്യരെന്ന് പറയും? നമ്മൾ അങ്ങനെ ചെയ്യുന്നവർ മനുഷ്യരാണോ അതോ പിശാചുകളോ? മൃഗം എന്ന് പറയരുത്, മൃഗം അങ്ങനെ ചെയ്യൂല. ഇപ്പൊ ടി വിയിൽ ഇതിപ്പോ ടെലികാസ്റ്റ് ചെയ്യുമ്പോൾ ഇത് നാളെ എങ്ങനെ ട്രോള് വരുമെന്നൊന്നും എനിക്ക് അറിയില്ല. എന്ത് പറയുമ്പോഴും പക്ഷേ സാരമില്ല. എന്നാലും ഞാൻ പറയാം, ഞാൻ ഒരുപാട് സ്ഥലത്ത് സംസാരിക്കാൻ പോകുമ്പോൾ ഞാൻ പറയാറുണ്ട്, ഇപ്പോൾ എല്ലാവർക്കും പേടിയാണ് ഒളി ക്യാമറ അല്ലേ, ഭയങ്കര പേടിയാ. ഹോട്ടലിൽ പോയി കുളിക്കാൻ പേടി, ഡ്രസ് ചേഞ്ച് ചെയ്യാൻ പേടി, എല്ലാം പേടിയാ. അപ്പൊ ഞാൻ എന്ത് പറയും, ഞാനിങ്ങനെ ബാത്റൂമിൽ കുളിക്കാൻ പോകുമ്പോൾ ഞാൻ ഹലോ ക്യാമറ ഉണ്ടോ ഇവിടെ, എടുത്തോ, സാമാന്യം തെറ്റില്ലാത്തൊരു ശരീരമാണ് ഇങ്ങനെ സ്വയം പറയാ. പറഞ്ഞു പിന്നെ കുളിയൊക്കെ കഴിഞ്ഞു ഓഫ് ചെയ്തോളൂ, വെറുതെ ബാറ്ററി കളയണ്ട എന്ന് പറഞ്ഞു. അതായത് ഞാനിതിനൊന്നും പേടിക്കുന്നില്ല. ഈ പേടിയില്ലായ്മ അത് നമ്മള്, കാരണം എനിക്ക് ഒരു ഈ പറയുന്ന ഒരു അഭിമാനക്ഷതം അല്ലെങ്കിൽ നാണക്കേട് എന്ന് പറയുന്നത് വരുമ്പോൾ അത് ഏറ്റവും അധികം എഫക്റ്റ് ചെയ്യുന്നത് എൻ്റെ കുടുംബത്തിനെയാണെന്നൊരു ഇതുണ്ട്. ഇവിടെ ഒരു നോഷൻ ഉണ്ടാക്കിയെടുത്ത് വെച്ചിട്ടുണ്ട്. ആ കുടുംബം അവളുടെ കൂടെ നിന്നാ മതി, നിനക്ക് എന്ത് പ്രശ്നം വരുമ്പോഴും നിന്നോടൊപ്പം ഞാനുണ്ട് എന്ന് അച്ഛനും അമ്മയും സഹോദരനും പറയുമ്പോൾ അവിടെ വളരെ നല്ലൊരു പൗരന്, സ്ത്രീലിംഗം എന്താ ദേവിക? പൗരി. ഞാൻ പൗരി എന്നാ പറയാ. കാരണം പൗര എന്നുള്ളതിനൊരു ലോപമുണ്ട്, ലോപം ആണ്. പൗരൻ ലോപിച്ചാണ് പൗരയാവുന്നത്. പക്ഷെ പൗരിയാവുമ്പോ അങ്ങനെയല്ല. പൗരിയാണോ? പൗരി 1940കളില് 40കളിലൊക്കെ ആദ്യമായിട്ട് ഈ സ്ത്രീകളുടെ സിറ്റിസൺഷിപ്പ് ചർച്ച ചെയ്യുന്ന സമയത്തൊക്കെ പൗരി എന്ന് തന്നെയാ പറഞ്ഞിരുന്നത്. പിന്നീടാണ് ഈ പൗര എന്ന് ഇവിടെ ഫൈറ്റ് ചെയ്യുന്നത് എന്താണ്? ജോലി സ്ഥലങ്ങളിലും വിദ്യാഭ്യാസ തലങ്ങളിലും ഉള്ള സംവരണത്തെ കുറിച്ചാണ് നമ്മൾ ഏറ്റവും അധികം ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനപ്പുറം സമൂഹത്തിൽ നമുക്ക് കിട്ടേണ്ട പൊതുവിടങ്ങളിൽ വേണ്ട അതിനുവേണ്ടി നമ്മൾ എന്തുമാത്രം സ്ത്രീകൾ മുന്നിട്ടിറങ്ങുന്നു എന്ന് ചോദിച്ചാൽ വളരെ ബുദ്ധിമുട്ട്. ആകെ പിന്നെ സ്ത്രീയെ ഭയപ്പെടുന്നത്, പുരുഷന്മാർ ഭയപ്പെടുന്ന കോടതിയിൽ വരുമ്പോൾ മാത്രമേ ഉള്ളൂ. കാരണം സ്ത്രീക്ക് ഏറ്റവും കൂടുതൽ നിയമപരമായ ആനുകൂല്യങ്ങൾ കിട്ടുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ ഇപ്പൊ 100 ഇല്ലാത്ത കള്ളമൊക്കെ പറഞ്ഞിട്ട് ഈ അതൊക്കെ എടുത്തു കളയാൻ നോക്കുന്നത്. DV ആക്ടിനൊക്കെ നല്ലതുപോലെ വെള്ളം ചേർക്കാൻ. അതാണ് ആകെയുള്ളൊരു ഭയം. ഇവര് ഇല്ലാത്ത കേസുകളുടെ പേരിലാണ് ഇങ്ങനെ ഓരോരുത്തരെ ശിക്ഷിക്കുന്നതെന്ന് പറയുമ്പോൾ പിന്നെ നിയമത്തിൽ മാറ്റം വരുത്താനുള്ളൊരു ശ്രമം നടക്കും. അപ്പൊ അതല്ല നമുക്ക് വേണ്ടത്. നമ്മളാണ് ആദ്യം നമ്മുടെ ഉള്ളിൽ സംവരണം ഉണ്ടാക്കുക. ഓരോ സ്ത്രീയും അവനവന്റെ ഉള്ളിൽ സംവരണം ഉണ്ടാക്കുക, അവനവന്റെ കുടുംബത്തിനകത്ത് സംവരണം ഉണ്ടാക്കുക, കുടുംബത്തിനകത്തൊരു ജനാധിപത്യം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത്. അവകാശ ലംഘനങ്ങൾ തിരിച്ചറിയാൻ പഠിക്കുക എന്നുള്ളത് ഭയങ്കര, നേരത്തെ ചേച്ചി പറഞ്ഞതാണത്. കേൾവികൾ ഉണ്ടാവുക, എവിടെയാണ് ഒരു സ്ത്രീത്വത്തെ ഹനിക്കുന്നത്? നീ സ്ത്രീ എന്ന് പറയുന്നത് 2ാം തരമാണ് എന്ന് പറയാൻ ശ്രമിക്കുന്ന ചെറിയ ശബ്ദങ്ങൾ പോലും കേൾക്കാൻ പെൺകുട്ടികളെയും ഒപ്പം ആൺകുട്ടികളെയും യു ആർ നോട്ട്, ഞാൻ ചെയ്യുന്നത് തെറ്റാണ് എന്ന് ബോധ്യപ്പെടണമെങ്കിൽ മറ്റുള്ളവരുടെയും അവകാശത്തെക്കുറിച്ച് ബോധ്യമുള്ള പുരുഷന്മാരും ആൺകുട്ടികളും ഉണ്ടാവണം. അപ്പോഴാണ് സ്ത്രീയുടെ വാക്കുകളെ ബഹുമാനിക്കാൻ, അവരുടെ അനുഭവങ്ങളെ, ആവശ്യങ്ങളെ ഒക്കെ തന്നെ ബഹുമാനിക്കാനുള്ള ഒരു സമൂഹം ഉണ്ടാവുന്നു. ആ രീതിയിൽ കൂടി ഒരു വളർച്ച ആവശ്യം. ശരിക്കും ഏറ്റവും അധികം പരിഹസിക്കപ്പെട്ട ഒരു വിഷയം തന്നെയാണ് റിമ കല്ലിങ്കൽ പറഞ്ഞ മീൻ. എനിക്ക് ഇങ്ങനെ ഫിഷ് ഫ്രൈഡ് ഒരു കാര്യം പറഞ്ഞപ്പോ അത് പക്ഷെ അങ്ങനെ ഒരു പരിഹസിക്കേണ്ട ഒരു വിഷയമല്ല. അത് വളരെ സീരിയസ് ആയ ഒരു വിഷയം തന്നെയാണ്. ഒരുപാട് കുടുംബങ്ങളിൽ അത് നടക്കുന്നുണ്ട്. കുടുംബങ്ങളിലെ പോട്ടെ, ഇപ്പൊ ന്യൂട്രീഷൻ ഡേറ്റ എന്ന എവിഡൻസ് ഉണ്ട്, തെളിവുണ്ട്. കേരളത്തിലെ സ്ത്രീകൾക്ക് പുരുഷന്മാരെ അപേക്ഷിച്ച് അനീമിയ ഇസ് മച്ച് ഹയർ അമംഗ് വിമൻ. അത് അനീമിയ കൃത്യമായിട്ട്, മീൻ എന്ന് പറയുമ്പോൾ ഇറ്റ്സ് എൻ അയൺ റിച്ച് ഫുഡ്, കാൽഷ്യം റിച്ച് ഫുഡ്.
ഇതൊക്കെ കുറവ് തന്നെ കഴിക്കുന്നത്, കുറവ് കിട്ടുന്നതുകൊണ്ട് തന്നെയാണ് സ്ത്രീകൾക്ക് അനീമിയ ഉണ്ടാകുന്നത്. അപ്പം പിന്നെ ഇത്ര വളരെ അതെന്ന് വെച്ചാൽ ഈ പറഞ്ഞിട്ട് കാര്യമില്ല, ഫേസ്ബുക്കിലെ പോലെ ഇത്ര ഇല്ലിറ്ററേറ്റായ മനുഷ്യർ, എഴുത്തും വായനയും അല്ല നമ്മൾ പറയില്ലേ ഈ വെറുതെ ഇങ്ങനെ നമ്മുടെ അവനവൻ്റെ പേര് എത്ര തെറ്റായിട്ടാണേലും എഴുതാൻ അറിഞ്ഞാൽ ലിറ്ററേറ്റായി. അതാണ് നമ്മുടെ ഒഫീഷ്യലി സ്റ്റാറ്റിസ്റ്റിക്കലി അത്രേ ഉള്ളൂ, സ്വന്തം പേരെഴുതിയാൽ മതി. പക്ഷെ അതല്ല, ഇത് ഈ ഒരു സാധനവും വായിച്ചിട്ടില്ല, ഒന്നും അറിയില്ല, ലോകത്തെക്കുറിച്ച് ഒരു ശകലും അറിയില്ല. നമ്മള് ചോയ്സുകൾ, എനിക്ക് ഇന്നതാണ് വേണ്ടത് അല്ലെങ്കിൽ എനിക്ക് ഇന്നത് വേണ്ട, ഈ ഇരിക്കുന്ന അവസ്ഥയിൽ നിന്ന് എനിക്ക് ഇന്നതൊക്കെയാണ് വേണ്ടത്, ഇത്തരത്തിൽ ചോയ്സുകൾ ഉണ്ടാവുന്നത് സത്യത്തിൽ അതൊരു അവകാശമായിട്ട് നമ്മൾ പൊരുതി നേടേണ്ട ഒന്നുമല്ല. അത് പക്ഷെ ഇപ്പോഴും ഒരു ചെറിയ ശതമാനം ആൾക്കാർക്ക് മാത്രം ലഭിക്കുന്ന ഒന്നാണോ? തീർച്ചയായിട്ടും. എനിക്ക് തോന്നുന്നു ഈ എക്കണോമിക്കലി ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള സ്ത്രീകളാവട്ടെ, വിമൺ ആവട്ടെ, ട്രാൻസ് വുമൺ ആവട്ടെ, അവർക്ക് അത്ര വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നില്ല എന്ന് തോന്നുന്നു. പക്ഷെ അല്ലാത്തവർക്കാണ് ഈ ഒരു പ്രശ്നം. ഇപ്പം എക്കണോമിക്കലി ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ അവളുടെ കയ്യിൽ കാശ് കാണുമല്ലോ, അപ്പോൾ അത് കുടുംബത്തിലേക്ക് എത്തും എന്നുള്ള ഒരു ചിന്ത ഫാമിലിക്കും ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് അത്ര വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവത്തില്ല. ഇപ്പം ഈവൻ ഭക്ഷണം കഴിക്കുന്ന കാര്യമാണെങ്കിൽ ഇപ്പം ഞാൻ വീട്ടിൽ ചെന്ന് ചിലപ്പോൾ എനിക്ക് 2 കഷ്ണം കൂടുതൽ തരുമായിരിക്കും, മുമ്പ് എനിക്ക് കുറച്ച് തരുമായിരുന്നു ആണെങ്കിലും. അതെ, അപ്പം അത്തരത്തിലുള്ള ഒരു ഇതുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അല്ലാത്തടത്താണ് ഈ ഒരു പ്രശ്നം. കാരണം അവർ വിചാരിക്കുന്നത് ഇവര് എൻ്റെ ചിലവിലാണ് ജീവിക്കുന്നത്, ഞാൻ മീൻസ് കുടുംബത്തിലെ പുരുഷന്മാർ അവർ സമ്പാദിക്കുന്നത് കൊണ്ടാണ് ഇവർ ജീവിക്കുന്നത്, അല്ലെങ്കിൽ അത് ഞാൻ കൊടുത്തില്ലെങ്കിൽ അവർ ആഹാരം കഴിക്കില്ല എന്നുള്ള കുറേ ചിന്തകളുണ്ട്. അപ്പം ആ രീതിയിലുള്ള കുറേ ഡിവൈഡ് അവിടെ ഉണ്ട്. പക്ഷെ വീട്ടിൽ ചെയ്യുന്ന ജോലിയെ ഒരു വലിയൊരു കാര്യമായിട്ട് ആരും കാണുന്നില്ല. നമ്മൾ വീട്ടിൽ അമ്മമാർ ചെയ്യുന്ന ജോലി അല്ലെങ്കിൽ നമ്മുടെ സഹോദരിമാർ ചെയ്യുന്ന ജോലി, അതൊരു ശമ്പളത്തിന് ഒരാളെ നിർത്തി ചെയ്തു കഴിഞ്ഞാൽ എത്ര രൂപ കൊടുക്കേണ്ടി വരും എന്നുള്ള ചിന്ത അവർക്ക് ഉണ്ടാകുന്നില്ല. അത് അവരുടെ ഡ്യൂട്ടിയാണ് അല്ലെങ്കിൽ അത് അവരുടെ സേവനമാണ്. പക്ഷെ നമ്മൾ കൊടുക്കുന്നത് എന്തോ ഒരു ഔദാര്യമാണ് എന്നുള്ളൊരു ചിന്ത നമ്മുടെ കുടുംബങ്ങളിൽ പുരുഷ വ്യക്തികൾക്കിടയിൽ ഉണ്ട് എന്നുള്ളൊരു ചിന്ത എനിക്കുണ്ട്. എൻ്റെ വീട്ടിലെ പേഴ്സണലി ഉള്ള എക്സ്പീരിയൻസ് ആണെങ്കിലും അങ്ങനെയാണ്. കാര്യം നേരത്തെ പറഞ്ഞ പോലെ ഉപ്പ് കുറഞ്ഞു പോയി അല്ലെങ്കിൽ എരിവ് കുറഞ്ഞു പോയി തുടങ്ങിയ പരാതികളെല്ലാം വളരെ ധൈര്യത്തോടെ പറയാം. കാരണം ഇവർ സമ്പാദിച്ചു കൊണ്ട് കൊടുക്കുകയല്ലേ, അവർ വയ്ക്കേണ്ടവരല്ലേ. പക്ഷേ ഒരു വീട്ടിലൊരു ജോലിക്കാരിയെ നിർത്തി ശമ്പളം കൊടുത്ത് അവരുടെ നിന്ന് ആഹാരം വാങ്ങിച്ച് കഴിക്കുമ്പോഴേ അവരതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാവുകയുള്ളൂ. അപ്പോൾ ഇവരൊരു സർവീസ് എത്രത്തോളം വലുതാണെന്നുള്ളത് ആ ഒരു ഏണിംഗ് മെമ്പർ ആയിട്ടുള്ള പുരുഷന്മാർ മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ്. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. അത്തരം ഉപ്പ് കുറഞ്ഞു മുളക് കുറഞ്ഞു എന്നൊക്കെ പറയുന്നത് എപ്പോഴും വീട്ടിലുള്ള അമ്മയുടെ അടുത്തും പെങ്ങന്മാരുടെ അടുത്തും, ജോലിക്ക് നിൽക്കുന്നവരുടെ അടുത്ത് പറയില്ല. കാരണം പിറ്റേ വരില്ല, അപ്പൊ അവളെ നഷ്ടപ്പെടാൻ പറ്റൂല. കാരണം ഇവര് പോവില്ലല്ലോ, ഇവര് നമ്മുടെ കൂടെ ജീവിതകാലം മുഴുവൻ കിടക്കുമല്ലോ. അപ്പൊ അതാണ് ആ ഒരു അതിനിപ്പോ നമ്മളിപ്പോ ഒരു അടിമത്വം, ഈ അടിമത്വം സ്വയം ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട്. എന്തൊക്കെ പറഞ്ഞാൽ പലതരത്തില് റാഷണലൈസ് ചെയ്യുന്നവരാണ്. അതെ, ചില കേരളത്തിൽ ഞങ്ങളുടെ എൻ്റെ ഒരു ഫ്രണ്ട്, ഒരു സൈക്കോളജിസ്റ്റ്, ഒരു ബംഗാളി സൈക്കോളജിസ്റ്റ്, അവർ കേരളത്തിൽ വേറൊരു സ്കോളറിൻ്റെ കൂടെ ചേർന്ന് നടത്തിയ ഒരു പഠനമുണ്ട്, ഈ സ്ത്രീകളുടെ മെൻ്റൽ സ്കെയിൽസ് നോക്കുന്ന. അപ്പം അതിൽ അവർ കണ്ടെത്തിയ ഒരു കാര്യം വളരെ ഇൻട്രസ്റ്റിംഗ്. അതായത് എത്ര കൂടുതൽ കൺസർവേറ്റീവായിട്ട് യാഥാസ്ഥിതികമായ ലിംഗ മൂല്യങ്ങളെ സ്ത്രീകൾ ശരി എന്ന് പറയുന്നു, അത്രയും കൂടുതൽ സാധ്യതയുണ്ട് അവർക്ക് ഡിപ്രഷനും മറ്റ് മനോരോഗങ്ങളും ഉണ്ടാവാൻ. അത് ആ കോറിലേഷൻ വളരെ കറക്റ്റാണ്. ഏറ്റവും ഡിപ്രഷൻ പ്രോൺ ആയിട്ടുള്ളവർ ഏറ്റവും കൺസർവേറ്റീവ് ലിംഗമൂല്യങ്ങളെ ആശ്രയിച്ച് അത് ശരിയെന്ന് പറയുന്നവരാണ്. അപ്പം അതിൻ്റെ സംഗതി വെച്ചാൽ ഈ പലപ്പോഴും ഈ വളരെ സ്ത്രീകൾ, ഈ പെണ്ണുങ്ങളിങ്ങനെ നടക്കരുത്, അങ്ങനെ നടക്കുന്നവളുമാരൊക്കെ ചീത്തയാണെന്നൊക്കെ പറയുന്ന സ്ത്രീകളുണ്ടല്ലോ, അവരുടെ ഉള്ളിൽ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. ഡെഫിനറ്റ്ലി അത് വേണ്ടിയിട്ടാണ് അവരിത് പറയുന്നത്. ഈ നമ്മുടെ എഡ്യൂക്കേഷനിൽ, ഈ മോഡേൺ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ വ്യക്തിവൽക്കരണ പ്രക്രിയകളെ നമ്മുടെ ഉള്ളിൽ തുറന്നു വിടുന്ന ഒരു സംഗതിയാണ്. അപ്പം നിങ്ങൾ കൂടുതൽ എഡ്യൂക്കേറ്റഡ് ആവും തോറും നിങ്ങൾ കൂടുതൽ വ്യക്തിപരം, അപ്പം നിങ്ങളുടെ ഉള്ളിൽ ഞാൻ എന്നുള്ള ബോധം കൂടുതൽ ശക്തമാവും. അപ്പം ഈ പെൺകുട്ടികൾ, കേരളത്തിലെ പെൺകുട്ടികൾ ഈ പ്രോസസ്സിൽ കൂടെ കടന്നു പോകുന്നവരാണ് കൂടുതലായി മറ്റ് സംസ്ഥാനങ്ങളെയൊക്കെ അപേക്ഷിച്ച്. അപ്പം കൂടുതൽ ഞാൻ എന്നുള്ള ബോധം കൂടുതലുള്ളവരാണ് മലയാളീസ്. പക്ഷേ ഈ ഞാൻ എന്നുള്ള, ഇപ്പോൾ സ്കൂളിൽ നിങ്ങളൊരു 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയും ഒരു പെൺകുട്ടിയും 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു ആൺകുട്ടിയും ഉണ്ടെങ്കിൽ രണ്ടുപേരും സ്കൂളിൽ പരീക്ഷയെന്ന് തോറ്റിട്ട് വന്നാൽ രണ്ടിനും ഒരേ അടിയായിരിക്കും കിട്ടുന്നത്. പണ്ട് കാലത്ത് അങ്ങനെയല്ല. പെണ്ണല്ലേ, അത് പിന്നെ കെട്ടിച്ചു വിടാൻ 15 വയസ്സാകുമ്പോൾ കെട്ടിച്ചു വിടാനുള്ളത് ചെറുക്കനെ എടുത്തിട്ട് അടിക്കുമായിരിക്കും, പെണ്ണിനോ ഒന്നും ചെയ്യത്തില്ല.
അങ്ങനെയായിരുന്നു വെച്ചാൽ അതൊരു രണ്ട് പന്തിയാണ്, കൂടുതൽ പ്രതീക്ഷയൊന്നുമില്ല പെൺകുട്ടിയുടെ പുറത്ത്. ഇപ്പം അങ്ങനെയല്ല, ആൺകുട്ടിയും പെൺകുട്ടിയും ഒരേപോലെ എന്നുള്ളതാണ്. അപ്പോൾ എന്താ പറ്റുന്നതെന്ന് വെച്ചാൽ ഈ പെൺകുട്ടിക്ക് ഈ വ്യക്തിവൽക്കരണത്തിൻ്റെ പ്രഷറും പെർഫോം ചെയ്യാനുള്ള പ്രഷറും ഒക്കെ ആൺകുട്ടികളെ പോലെ തന്നെയുണ്ട്. അതിന് മേളിൽ അവൾക്ക് ഈ ഡൊമസ്റ്റിക് ഐഡിയോളജീസ് ഉണ്ട്. കാലിങ്ങനെ ഇരിക്കരുത്, ഇങ്ങനെ ഇരിക്കാവോ എന്നൊക്കെ സ്കൂളിലടക്കം നേരെ നടക്കരുത്, ഇല്ല ഇങ്ങനെ നമ്മളത്തൊക്കെ സ്കൂളിൽ പറഞ്ഞു നീ എവിടെ അടി എഴുന്നള്ളാൻ പോകുന്നത് എന്ന് വെച്ചാൽ ഇങ്ങനെ നടക്കുന്നുണ്ട്, നേരെ നടക്കുന്നു. ആന ഉത്സവത്തിന് എഴുന്നള്ളുന്ന പോലെയാണെന്നാണ് സൂചന. അപ്പോൾ അങ്ങനെ നടക്കരുത്, ഇങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ കുറേ. എന്നിട്ട് പിന്നെ പറയുന്നതോ ഭർത്താവിൻ്റെ വീട്ടിൽ പോകുമ്പോൾ നിൻ്റെ ഇപ്പം ഈ വ്യക്തിവൽക്കരണം എന്ന് പറഞ്ഞാൽ അതിന് അതിൻ്റെതായിട്ടുള്ളൊരു സ്പേസ് വേണം. ആ സ്പേസ് എവിടെ കിട്ടും എന്ന് ചോദിച്ചാൽ കല്യാണം കഴിച്ച് പോയാൽ കിട്ടും. അത് ചിലപ്പോൾ ഹിറ്റ് ആൻഡ് മിസ് ലോട്ടറിയാണ്. ചിലപ്പോൾ കിട്ടി, ചിലപ്പോൾ നല്ല ഒരുത്തനാണെങ്കിൽ രക്ഷപ്പെട്ടു, ചിലപ്പോൾ അച്ഛനും അമ്മയൊക്കെ നല്ലതായിരിക്കും, അപ്പോൾ പിന്നെ രക്ഷപ്പെട്ടു. അതൊന്നും അല്ലാത്തവരെന്ത് ചെയ്യും? അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആ സ്ട്രെസ്സ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും. ഇങ്ങനെ ടൈറ്റ് റോപ്പ് വാക്കിങ്ങാണ്. പിന്നെ എല്ലാം കഴിഞ്ഞ് അവിടെ ചെന്ന് ഇതൊന്നും ആയില്ലെങ്കിൽ തീർന്നു, യുവർ ഹോൾ തിങ് ഈസ് ഷാറ്റേഡ്. അതുകൊണ്ടാണ് കേരളത്തിൽ ഈ പറഞ്ഞ പോലെ സ്ത്രീകളുടെ ഇടയിൽ സൂയിസൈഡ് റേറ്റ് നല്ല സൂയിസൈഡ് അറ്റംപ്റ്റ് റേറ്റ് quite higher. Suicidal tendencies are higher. ഹയർ ആണ്. അത് സ്വാഭാവികമാണ്. കാരണം ഈ രണ്ട് തരത്തിലുള്ള പിന്നെ പ്രഷേഴ്സും ഒരു വശത്തൂടെ വ്യക്തിവൽക്കരിക്കുന്നു, മറുവശത്തൂടെ നമ്മൾ ഗാർഹിക പ്രത്യയശാസ്ത്രങ്ങൾ എന്ന് പറയുന്ന സംഗതി, അതായത് ഈ ഗൃഹം എന്ന് പറയുന്ന അതിൻ്റെ ഉള്ളിൽ മാത്രമേ നിൻ്റെ ഈ വ്യക്തിവൽക്കരണം പ്രകടമാക്കാവൂ. അത് പ്രകടമാക്കണമെങ്കിൽ കല്യാണം കഴിച്ച് ഭർത്താവിൻ്റെ വീട്ടിൽ പോകണം എന്ന് പറയുന്ന ആ ഒരു പ്രഷറിൽ, ആ പ്രഷർ ഈസ് എ കില്ലിങ് പ്രഷർ. അതാണ് പറ്റുന്നത് കേരളത്തിൽ.